എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലത്തിൽ ആദ്യമായി അശ്വതി. മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും. പരാശ്രയത്വം ദൃശ്യമാകും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. കലഹം ഉണ്ടാതെ നോക്കണം. നല്ല ക്ഷമയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുവാൻ ഇന്നേ ദിവസം ശ്രദ്ധിക്കണം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കോപം നിയന്ത്രിക്കണം. യാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കുകയില്ല. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. പ്രണയകാര്യങ്ങളിൽ ദുഃഖം അനുഭവത്തിൽ വരും. കാര്യങ്ങൾ അനുകൂലമായി നടക്കാത്തതിനാൽ നിരാശാബോധം ഉണ്ടാകും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. മാതൃഗുണം ലഭിക്കുന്നതായിരിക്കും. അന്യദേശ യാത്രയ്ക്ക് അനുമതി ലഭിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. അന്യരെ സഹായിക്കുവാനുള്ള മനസ്സ് കാണിക്കും. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളോട് പെരുമാറുന്ന സാഹചര്യമുണ്ടാകും. വിവാഹ ആലോചനകൾ തീരുമാനത്തിൽ എത്തുന്നതായിരിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമായ ദിവസവുമാണ്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മികച്ച സമയമാണ്. വളരെ കാലമായി കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ സഫലമാകും. അടുത്തത് മകം നക്ഷത്രമാണ്. അബദ്ധങ്ങളിൽ ചാടുക, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കാം. ശ്രദ്ധാപൂർവം ജോലി നിർവഹിച്ചില്ലെങ്കിൽ തൊഴിൽ നഷ്ടം സംഭവിക്കുവാൻ വരെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അടുത്തത് പൂരം നക്ഷത്രമാണ്. ബിസിനസ്സിൽ നിന്നും മികച്ച നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ദൃശ്യമാകും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. അംഗീകാരം, യാത്രാഗുണം, താൽക്കാലിക ജോലി സ്ഥിരമാകുന്ന അവസ്ഥ, പ്രശസ്തി, വിജയം എന്നിവ ഇന്നേ ദിവസം പ്രതീക്ഷിക്കാം. അടുത്തത് അത്തം നക്ഷത്രമാണ്. രോഗങ്ങൾ കൊണ്ടുള്ള ധനച്ചെലവ്, ആഹാരം കഴിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഇന്നേ ദിവസം അനുഭവത്തിൽ വന്നേക്കാം. അടുത്തത് ചിത്തിര നക്ഷത്രം. ജോലിയിൽ അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. വ്യക്തിജീവിതത്തിൽ സ്ത്രീകൾ മൂലം സുഖവും സമാധാനവും ഉണ്ടാകും. ദൈവിക ചിന്ത ഉടലെടുക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. പ്രയത്നത്തിന് തക്കവണ്ണം സാമ്പത്തിക ലാഭം ഉണ്ടാകും. യാത്രകളിൽ നിന്നും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. സഹോദര ഗുണം ഉണ്ടാകും. പല വിധത്തിൽ ഉണ്ടായിരുന്ന വിഷമാനുഭവങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. വിദ്യാപരമായ മുന്നേറ്റം പ്രതീക്ഷിക്കാം. വിദേശ ആനുകൂല്യം ഉണ്ടാകും. പ്രണയത്തിൽ അകപ്പെടാം. കാര്യങ്ങൾ അനുകൂലമായി വന്നു ചേരുന്ന ദിവസമായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ഉന്നതരിൽ നിന്നും വിഷമകരമായ സംസാരവും പ്രവൃത്തികളും നേരിടും. ധനച്ചെലവ് വന്നു ചേരാം. ദൂരയാത്ര ഉണ്ടാകും. യാത്ര നിമിത്തം ക്ലേശങ്ങൾ അനുഭവത്തിൽ വരും. അടുത്തത് മൂലം നക്ഷത്രമാണ്. എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസ രംഗത്ത് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനം ദൃശ്യമാകും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. കുടുംബസുഖമുണ്ടാകും. പുതിയ അവസരങ്ങൾ തൊഴിലിലും കലാരംഗത്തും വന്നു ചേരും. വിജയവും അംഗീകാരവും ലഭിക്കും. യാത്രകൾ നിമിത്തം ഗുണം ഉണ്ടാകും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ജീവിതത്തിൽ പലവിധത്തിലുള്ള പുരോഗതി ദൃശ്യമാകും. മാതാവിന് രോഗശാന്തി ഉണ്ടാകും. സമ്മാനങ്ങൾ ലഭിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. പ്രയാസങ്ങൾ, കുടുംബകലഹം എന്നിവയ്ക്കൊക്കെ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും യാത്ര നിമിത്തം വലിയ ഗുണമൊന്നും ലഭിക്കുകയില്ല. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ചിലരുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാകാം. എല്ലാ രംഗങ്ങളിൽ നിന്നും സാമ്പത്തികമായ നേട്ടം ഇന്നേ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രമാണ്. വിദ്യാ ഗുണം ഉണ്ടാകും. പുതിയ അറിവുകൾ സമ്പാദിക്കും. ബിസിനസ്സിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത് പൂരുരുട്ടാ നക്ഷത്രമാണ്. ശത്രുക്കളുടെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തും. ഉന്നതരിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാകും. ഉദ്ദേശ സാഫല്യം വന്നു ചേരും. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. ബാധ്യതകൾ തീർക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ധനപരമായ കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും. അഭിമാനകരമായ സംഗതികൾ സംഭവിക്കുന്നതായിരിക്കും. ഇന്നത്തെ നക്ഷത്രവിശേഷം ഇവിടെ അവസാനിക്കുന്നു. നാളെ
27 നക്ഷത്രങ്ങളുടെയും ഫലവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.